നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ പങ്കുവച്ച് തളിക്കുളത്ത് കർഷക സംഗമം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച അന്തിക്കാട് മേഖലാ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ചരമവാർഷികം ആചരിക്കാൻ CPM രംഗത്ത്. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ പങ്കുവച്ച് തളിക്കുളത്ത് സംഘടിപ്പിച്ച കർഷക സംഗമം ശ്രദ്ധേയമായി. തളിക്കുളം കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നല്ല കൃഷി പുരയിടങ്ങൾ, മാതൃകാ കൃഷി പുരയിടങ്ങളിൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും കാർഷിക രംഗത്ത് പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഈ പദ്ധതി പ്രകാരം ബ്ലോക്ക് തലത്തിൽ നമ്മുടെ 5 ഗ്രാമപഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരുടെ ഒരു സംഗമം ഇന്നിവിടെ സമർപ്പിക്കുക. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന്റെ പരിമിതി സ്വകാര്യ സമരം മൂലം ചില ഒക്കെയെങ്കിലും ഇവിടെ യഥാസമയം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായിരുന്നു. ആത്മ തൃശൂർ പ്രൊജക്ട് ഡയറക്ടർ മേഴ്സി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ AV ഷേർലി, ജനപ്രതിനിധികളായ CM നൌഷാദ്, സുചിത്ര രാധാകൃഷ്ണൻ, ശുഭ സുനിൽ, സുബൈദ മുഹമ്മദ്, VR വിജയൻ, ബീന അജയ് ഘോഷ്, ഗീത വിനോദൻ, EB ഉണ്ണികൃഷ്ണൻ, തളിക്കുളം കൃഷി ഓഫീസർ VS പ്രതീഷ് തുടങ്ങിയവരും പ്രസംഗിച്ചു. നിരവധി കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വേതന വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് തീരദേശ മേഖലകളിൽ യാത്രക്കാരെ വലച്ചു. സമരത്തെക്കുറിച്ച് അറിയാതെ യാത്രക്കിറങ്ങിയവർ പെരുവഴിയിലായി. CITU യൂണിയൻ തൊഴിലാളികൾ മാത്രമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും INTUC, AITUC, BMS എന്നീ സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. KSRTC ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തിയെങ്കിലും സമരത്തെ നേരിടാൻ കഴിഞ്ഞില്ല. പലയിടത്തും KSRTCയുടെ അധിക സർവീസും ഉണ്ടായിരുന്നു. പെരുവഴിയിലായ യാത്രക്കാർ പലയിടത്തും ഓട്ടോറിക്ഷകളും ടാക്സികളും ആശ്രയിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയത്. പലയിടത്തും സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ ഹാജർ നില കുറവായിരുന്നു. അതേസമയം നിരത്തിലിറങ്ങിയ KSRTC ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താതെയും ആളുകളെ കയറ്റാതെയും പോയത് പ്രതിഷേധത്തിന് ഇടയാക്കി. യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് മതിലകം പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയ്ക്ക് തുടക്കമായി. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV സുകുമാരൻ അധ്യക്ഷനായി. വലപ്പാട് AEO AB ജയപ്രകാശ്, ജനറൽ കൺവീനർ V ശ്രീദേവി, വികസന സമിതി ജനറൽ കൺവീനർ ANG ജയ്ക്കോ, കൺവീനർ A നന്ദിനി, ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, PK പ്രസന്നൻ, KG സുരേന്ദ്രൻ, PB കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് സേവ്യൻ പള്ളത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളപ്പിറവി ദിനം കൃത്യമായി പറഞ്ഞാൽ ഈ കേരളം രൂപം കൊണ്ടിട്ട് 56 ആണ്ട് തികയുന്നു. ഈ 56 ആണ്ടിനിടയിൽ 1960 മുതൽ 62 വരെയുള്ള പട്ടം താടുപ്പിള്ളയുടെ PSPയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയുള്ള ആ ഭരണ കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് NS സുഗതൻ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് PR സിദ്ധൻ, ഡേവിസ് പുലിക്കോട്ടിൽ, ദിനേശ് കണ്ണോളി, ബാലൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, നാളികേര വിലയിടിവ് തടയുക, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്.
ഇരിങ്ങാലക്കുട നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പൊറത്തിശ്ശേരി ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നഗരസഭാ മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തി. ആൽത്തറ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വത്സല ശശി അധ്യക്ഷയായി. KC പ്രേമരാജൻ, MB രാജു, AR പീതാംബരൻ എന്നിവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്കിലെ ഫെയർ വാല്യൂ അദാലത്ത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ PM ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. RDO മുരളീധരൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ EV സുശീല, PP റോസി, TH ഷാനവാസ്, ജനപ്രതിനിധികൾ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ, സബ് രജിസ്ട്രാർമാർ എന്നിവർ സംബന്ധിച്ചു. 241ഓളം അപ്പീൽ അപേക്ഷകൾ പരിഗണിച്ച അദാലത്തിൽ എടത്തിരിഞ്ഞി വില്ലേജിൽ 2008-ലെ ഭൂവില നിശ്ചയിച്ചതിന്റെ പാകപ്പിഴയിൽ സംബന്ധിച്ച പരാതികളാണ് മുഖ്യമായും അദാലത്തിൽ എത്തിയത്. ഇടവേള.